പഴയ വീട് പാമ്പ് കാണോ നോക്കൂ. കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് അച്ചു, അത് സന്ധി, അത് ഞാൻ ഇടുവേ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ പ്ലസ് ഒരു കുഞ്ഞ് ഹോം ടൂർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. രാവിലെ തന്നെ കോവിലിൽ പോയി, പിന്നെ പള്ളിയിൽ പോയി, പിന്നെ അത് അമ്മൂമ്മയെ കാണാൻ വേണ്ടി വീട്ടിൽ പോയി. അപ്പോൾ എല്ലാം കൂടെ പെട്ടെന്നായിരുന്നതുകൊണ്ട് എനിക്ക് എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. കൊള്ളാം, നല്ല രസമുണ്ട്. പഴയ വീട് ഇതാണ് നമ്മുടെ. ഓ, ഇവിടെയാണ് ഞാൻ ഓടിക്കളിച്ചേ. നിങ്ങളല്ല, ഞാൻ. കുറേ ദിവസമായി പോണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പറ്റില്ല. ഇന്നാണ് പറ്റിയത്. അപ്പോൾ അതാ എല്ലാം ഏകദേശം ഇടിഞ്ഞ് പൊളിഞ്ഞൊരു പരുവമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നൊന്നകത്ത് കയറാം എന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. പണ്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടുമ്പം ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണത്, ഹോംവർക്ക് എഴുതണത്, രാവിലെ ഉറങ്ങണത് അതിനകത്ത്. ഇത് അച്ഛൻ്റെ അമ്മയുടെ ബെഡ്റൂം. ഇവിടെയാണ് ടി വി ഇരിക്കണേ. ഇതിനകത്ത് ചാവി കണ്ടില്ല, ജനല് തുറക്കാൻ പറ്റണില്ല. ഇത് ഈ കണ്ണാടിയാണ് നമ്മൾ പണ്ട് തൊട്ടേ ഉള്ള കണ്ണാടി. ഹായ് പറക്കൂ. നോക്കാം ഇല്ല. അത് പണ്ട് തൊട്ടുള്ളൊരു പാവയാണ്. എനിക്ക് തോന്നുന്നു വലിയച്ഛൻ ഗൾഫിൽ നിന്ന് എന്തോ അയച്ചതാണ്. പിന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതാ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് നേരം അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി. അവിടെ അവർക്ക് ഫുൾ ചുറ്റിക്കറങ്ങി കണ്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങ് ഫുൾ കളിയായിരുന്നു. പിന്നെ നമ്മളിതാ ഈ ജനൽ തുറന്ന് നോക്കി. ഇവിടെ ഞാൻ പണ്ട് വരച്ച് വെച്ചൊരു പടമുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് അമ്മയുടെ കരി എടുത്ത് അമ്മ കാണാതെ ഞാൻ വരച്ചതാണ്. കണ്ടപ്പോൾ എനിക്ക് അടി കിട്ടും, ഉറപ്പാണ്. പിന്നെ അത് അതിൽ മുടി, ഓരോരുത്തർക്കുള്ള മുടിയുടെ സൈസ്. എനിക്കപ്പോൾ ബോയ് കട്ട് വെട്ടിയിരുന്ന സമയമായിരുന്നു. അതാണ് എൻ്റെ മുടി. അങ്ങനെ അനിയത്തിക്ക് ഇത് അവിടെ മുടിയില്ല. അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ആരൊക്കെയാണ് എന്നൊക്കെ. ഇത് അച്ചു, അത് സന്ധി, അത് ഞാൻ. സിനിമ അമ്മ കടയിൽ പോയി അമ്മ വരച്ചേ. അമ്മ അക്കുവിന്റെ എത്ര ഉണ്ടായിരുന്നപ്പോ വരച്ചേ. അത് തുറക്കണ്ട, നമുക്കിനകത്ത് കേറാൻ പറ്റുമെന്തോ. അക്കു അതൊന്നും വലിക്കണ്ട. നീ ഇവിടെ അല്ല ജനിച്ചത്, നീ അവിടെ മുകളില്. തുറന്ന ഓക്കെ. അവര് നോക്കോ, അവര് തള്ളുന്നുണ്ട്. ഞാൻ ചെറുതിൽ ഇവിടെ താമസിച്ചെന്നപ്പോൾ അവരൊന്നല്ല, അവരാണ് ചെറുതിൽ ഇവിടെ താമസിച്ചതെന്ന്. ഞാൻ ചെറുതിൽ ഇവിടെയാണ് നിന്നത്, ഇവിടെയാണ് ഉറങ്ങിയത് എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുന്നില്ല, അവരാണ് ഇവിടെ ജനിച്ചത്, അവരാണ് വളർന്നത്. പിന്നെ ഓക്കെ അങ്ങനെ കേട്ടോണ്ട് പോകോ. ഇവിടെയാണ് പണ്ട് അമ്മുവൊക്കെ കിടന്നേ. എവിടെ മുന്നേ അമ്മയുടെ നിന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് നെറ്റിച്ചുട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയോ ആണ് എൻ്റെ ഇന്ന് പോയത്, പക്ഷെ ഇതുവരെ കിട്ടിയില്ല. അത് കിച്ചണൊക്കെ പോയി. ഇതെല്ലാം മുന്നേ വീഡിയോ എടുത്തിരുന്നെങ്കിൽ ഫുള്ളായിട്ട് കിട്ടുമല്ലോ എന്നിപ്പോൾ ഒരു തോന്നൽ. എന്തോ അത് സൂക്കേസ്, അതിനകത്ത് എന്തെങ്കിലും കാണുമായിരിക്കും. ബോംബെല്ലാം കാണും. ബോംബ് കാണും വെക്കൂ. ഫാനും ഉണ്ട്, പക്ഷെ കറങ്ങുമെന്തോ. ഞാനേ അറിഞ്ഞൂടാഴ്ചേ ഇങ്ങനെ. ഇതായിരുന്നു അടുക്കള. ഇത് ഇവിടെ നിന്ന് റോഡ് ഇവിടെ ഇതുവഴിയാണ് എന്റെ അമ്മ വഴക്ക് പറയണേ. ഞാൻ ഇവിടെ ഇരുന്ന് കളിക്കുമ്പം ഇവിടെ തീയിടും, കൂട്ടിയിട്ട് എന്തെങ്കിലും കത്തിക്കും. അപ്പൊ അമ്മ ഇവിടെ നിന്ന് വഴക്ക് പറയണേ. എന്ത് ചുമ്മാ. അവളയില് കാരക്ക മരം ഉണ്ടായിരുന്നേ, കാരക്ക ഇപ്പൊ ഇല്ല, അത് മുറിച്ചോന്തോ. അത് പറിച്ച് അമ്മ കഴിക്കുമായിരുന്നു. ഇവിടെ കനകാമ്പരം ഉണ്ടായിരുന്നു. ഈ മണ്ണാണെങ്കിൽ മണല് പോലെയായിരുന്നു. മണല്, കടലില് മണലുണ്ടല്ലോ അതുപോലെ, അതെടുത്ത് കളിക്കുമായിരുന്നു. ഇവിടെ ആണ് അമ്മു ഇത് വെക്കണത്, പുൽക്കൂട് വെക്കണത്. അച്ചു അമ്മുവിന്റെ കൂടെ വെക്കും, ഒരു പുൽക്കൂട് വെക്കും. എന്നിട്ട് ഇവിടെ ഇപ്പൊ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അക്കുതാ ഇലയൊക്കെ പറിച്ച് കളയണം. ഇവിടെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. നമുക്ക്
കുറച്ച് ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. അത് ഓരോ സമയത്ത് നടന്നതിനെ ഒരുമിച്ചാക്കിയതാണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നേരത്തെ അത് ഓഫ് ചെയ്യമ്മ. എന്താടി ഇത്? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇഷ്ടപ്പെട്ട അറിഞ്ഞില്ല. നാക്ക് നാക്ക് തന്നു നോക്ക്. തന്നു നോക്ക്. വീട്ടിൽ എടുത്തത് ഇഷ്ടപ്പെട്ട നോക്ക്. ഞാൻ എന്ത് നോക്കിയെന്നറിയാമോ വെള്ളം ഉടുപ്പ് എനിക്ക് കൊള്ളാലോ. ഇഷ്ടപ്പെട്ടല്ല? മതിയാ? ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്തവരെ ഇഷ്ടപ്പെട്ടു. എന്റെ സെലക്ഷനാണ്. എല്ലാം എന്റെ സെലക്ഷനാണ്. ഇത് ലിപ്സ്റ്റിക്കാ? താങ്ക് യു. വീണ്ടും കരച്ചിൽ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആരെങ്കിലും എന്നെ ആലോചിച്ച് ഇപ്പോൾ വിഷ് ചെയ്താലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ കിട്ടിയില്ല നിർത്തി വെച്ചത് ആ ഫോട്ടോയും എടുത്ത് ഞാൻ ഇടുവേ. സദ്യ വേണോ ബിരിയാണി വേണോ എന്ന് ചോദിച്ചാൽ ബിരിയാണി അല്ലേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ എന്തായാലും ഈസ്റ്ററും കൂടെ അല്ലേ. അങ്ങനെ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കറിയും ബിരിയാണിയും എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് അങ്ങ് കിടന്ന് അങ്ങ് ഉറങ്ങി.